കൊല്ലത്ത് വൻ ലഹരി വേട്ട. 1 കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളുമായി 2 പേർ കൊട്ടിയത്ത് പിടിയിലായി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ് ലഹരി ഉൽപ്പന്നങ്ങളെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് പന്തീരങ്കാവിന് സമീപം കഞ്ചാവുമായി യുവാവും എക്സൈസിന്റെ പിടിയിലായി. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കുടിവെള്ളക്കുപ്പിയുടെ മറവിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തിയത്. 225 ചാക്കുകെട്ടുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. കർണാടക മംഗലാപുരം സ്വദേശി സവാദ്, മലപ്പുറം സ്വദേശി അമീർ എന്നിവരാണ് പിടിയിലായത്. മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരം വരെ മൊബൈലിൽ വരുന്ന മെസ്സേജ് പ്രകാരം പറയുന്ന സ്ഥലങ്ങളിൽ വാഹനം നിർത്തുകയും അവിടെ നിന്ന് വാഹനം അടുത്തയാൾക്ക് കൈമാറണമെന്നുമുള്ള നിർദ്ദേശമാണ് ലഭിച്ചതെന്ന് പ്രതികൾ പറഞ്ഞു. ഇത് മംഗലാപുരത്തുനിന്ന് കടത്തിക്കൊണ്ടുവന്നതാണ്. ഇത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് സ്കൂൾ പരിസരങ്ങളിൽ വിൽക്കുന്നതിനായിട്ടാണ് മെയിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള ക്യാച്ചാണ് നടന്നത്. മിനറൽ വാട്ടർ കൊണ്ട് കവർ ചെയ്തിട്ട് അതിനുള്ളിലാണ് ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ ACP അലക്സാണ്ടർ തങ്കച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ലഹരിവേട്ട നടത്തിയത്. കോഴിക്കോട് കഞ്ചാവുമായി പിടിയിലായ ചാലിത്തറ ചിത്തിരയിൽ ധീരജ് ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. കഞ്ചാവ് ചില്ലറയായി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ധീരജ്. ന്യൂസ് ഡെസ്ക് 24.